Question number 16. A 20-meter long uniform wire held horizontally is allowed to fall under the gravity through a uniform horizontal magnetic field of 0.5 gauss perpendicular to the length of the wire. The induced EMF across the wire, it travels a vertical distance of 200 meter is dash. ഇത് EMI ചാപ്റ്ററിൽ നമ്മുടെ മോഷണൽ EMF എന്നുള്ള ഭാഗവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. സോ ഇവർ ക്വസ്റ്റ്യനിൽ പറയാണ് ദർ ഇസ് എ മാഗ്നറ്റിക് ഫീൽഡ്. ഇവിടെ എന്തുണ്ട്? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരുന്നു. ആ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ എന്ത് റിലീസ് ചെയ്തിട്ടുണ്ട്? ഒരു കണ്ടക്ടിങ് വയർ റിലീസ് ചെയ്തു. അത് താഴേക്ക് വീഴുന്നുണ്ട് അല്ലേ? അത് താഴേക്ക് വീഴുന്ന സമയത്ത് അതിൻ്റെ ലെങ്ത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. കണ്ടക്ടറിൻ്റെ ലെങ്ത് 20 മീറ്റർ ആണ്. ദ ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ 20 മീറ്റർ. സിമിലർലി അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 0.5 ഗോസ്. ദെൻ നമ്മളോട് ചോദിച്ച കാര്യം എന്താണ്? ഇൻഡ്യൂസ്ഡ് EMF ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം EMFന്റെ ഫോർമുല, മോഷണൽ EMFന്റെ ഫോർമുല എന്താണ്? BLV. അത് അറിയാത്തവർ മനസ്സിലാക്കണം. മോഷണൽ EMFന്റെ ഫോർമുല എന്താണ്? അതിങ്ങനെ മനസ്സിലാക്കിയാൽ മതി. വെലോസിറ്റി തരികയാണെങ്കിൽ ഏതൊരു ചോദ്യത്തിലും EMF എങ്ങനെ കാണാം? BLV ആണ് അല്ലേ? മോഷണൽ EMF BLV. പക്ഷെ മാഗ്നറ്റിക് ഫീൽഡ് നമുക്കറിയാം, ലെങ്ത് അറിയാം. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ അവർ വെലോസിറ്റി തന്നിട്ടില്ല. വെലോസിറ്റി കണ്ടുപിടിക്കാൻ നമ്മൾ കൈനമാറ്റിക്സ് യൂസ് ചെയ്യണം. കാരണം ഒരു ഒബ്ജക്റ്റ് നമ്മൾ ഡ്രോപ്പ് ചെയ്തു, അത് 200 മീറ്റർ ദൂരം യാത്ര ചെയ്തു അല്ലെ? ഫ്രീ ഫോൾ ആണ്. ഡ്രോപ്പ് ചെയ്തു 200 മീറ്റർ ദൂരം ട്രാവൽ ചെയ്തു. അപ്പോൾ കൈനമാറ്റിക്സ് വെച്ചിട്ട് അതിന്റെ വെലോസിറ്റി കാണാം. V² is equal to U² plus 2as. V² is equal to ഇനീഷ്യൽ സ്പീഡ് 0 ആണ്, ബിക്കോസ് ഡ്രോപ്പിംഗ് ആണ്. പ്ലസ് 2 ഇൻറ്റു നിങ്ങൾക്ക് എക്ക് എന്ത് വിളിക്കാം? G ആണ്. Gക്ക് 10 എന്ന് വിളിക്കാം. ഡിസ്പ്ലേസ്മെന്റിന്റെ വാല്യൂ 200 ആണ്. Therefore V² is equal to 2 into 2 4. So 4000 എന്ന് വരും. അപ്പോൾ V²ന്റെ വാല്യൂ എത്ര? 4000. ഓർ V equal to √4000. √4000 എഴുതുമ്പോൾ √400 എന്ന് പറയുമ്പോൾ നമുക്ക് 20 ആണ്. പിന്നെ ഒരു √10 ബാക്കി ഉണ്ടാകും. അപ്പോൾ വെലോസിറ്റിന്റെ വാല്യൂ 20 √10. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ 0.5 ആണ്. പക്ഷേ ഗോസ് സ്റ്റാൻഡേർഡ് യൂണിറ്റിലല്ല. ഒരു ഗോസ് എന്ന് പറയുന്നത് 10⁻⁻4 ടെസ്ലയാണ്. അപ്പോൾ പിന്നെ നമ്മൾ ഗോസിനെ കൺവേർട്ട് ചെയ്യാൻ 10⁻⁻4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ലെങ്ത്തിന്റെ വാല്യൂ 20. വെലോസിറ്റി നമ്മൾ കണ്ടുപിടിച്ചു 20 √10. സോ ദിസ് ഈസ് ഈക്വൽ ടു 20 × 0.5 എന്ന് പറയുമ്പോൾ നമുക്ക് 10 വരും. അപ്പോൾ 10 ആയില്ലേ? അതിൽ ഈ 2 സീറോസ് നമുക്ക് ഇവിടെ കൊടുക്കാം. അപ്പോൾ 2 √10 ഇൻറ്റു 10⁻⁻2 എന്ന് വരും. ഓക്കെ, 2 √10 ഇൻറ്റു 10⁻⁻2. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 20 √10 ഇൻറ്റു 10⁻³ എന്ന് എഴുതാം. 20 √10 ഇൻറ്റു 10⁻³ എല്ലാം കറക്റ്റ് ആണ്. ഇവർ ക്വസ്റ്റ്യനിൽ പറയുന്നുള്ളത് ഡാഷ് മില്ലി വോൾട്ട് ആണ്. അപ്പോൾ മില്ലി എന്ന് പറയുമ്പോൾ 10⁻³ അല്ലേ? 10⁻³ ആണ് നമ്മൾ മില്ലി എന്ന് പറയാറ്. അപ്പോൾ 20 √10 വിൽ ബി ദ കറക്റ്റ് ആൻസർ. ദാറ്റ് ഈസ് ദ സെക്കൻഡ് ഓപ്ഷൻ.